ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളിൽ വീണ്ടും മഞ്ഞുരുക്കും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നിർണായകമായ അഭിപ്രായ സമന്വയത്തിലെത്തിയതായി ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ മിസ്റ്റർ ഷു ഫിയോങ് ഡൽഹിയിൽ സംഘടിപ്പിച്ച രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ 80ാം വാർഷികം സംബന്ധിച്ച സെമിനാറിലാണ് ഇന്ത്യയിലെ ചൈനീസ് അംബാസഡറുടെ ഈ പ്രഖ്യാപനം നടത്തപ്പെട്ടത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ എന്നൊരു സമിതി ഇരു രാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പാക്കേജാണ് തയ്യാറാക്കുന്നതെന്നും ഷു ഫിയോങ് പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധം ദീർഘകാല ലക്ഷ്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ളതാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഊന്നിയിട്ടുള്ളതല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായത് 1959കളിൽ ടിബറ്റിനെ ആക്രമിച്ച ചൈന കീഴ്പ്പെടുത്തിയതോടുകൂടിയാണ്. ടിബറ്റിൻ്റെ ഭാഗങ്ങളാണെന്ന് അവകാശപ്പെട്ട് ഇന്ത്യയുടെ ലഡാക്കിൻ്റെ ചില ഭാഗങ്ങളും അരുണാചൽ പ്രദേശും ചൈന തങ്ങളുടേതാണെന്ന് അവകാശങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വർക്കിംഗ് മെക്കാനിസം കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഈ അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാതെ ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം വളരെ മോശമായ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പിഴത്തീരുവ 50% പിഴത്തീരുവ ഇന്ത്യക്ക് ചുമത്തിയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ചൈനയുമായി അടുക്കുവാൻ ശ്രമിച്ചത്. അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല അയൽപക്കക്കാരായി ഇന്ത്യയും ചൈനയും മാറുകയാണെങ്കിൽ ലോകത്തിലെ 280 കോടി ജനങ്ങൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിർത്തി തർക്കങ്ങൾ പരിഹരിച്ച് ഇരു രാജ്യങ്ങളും നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.